ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഓണം. കുർത്തയൊക്കെ ആയിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഒന്നുമില്ല, നമ്മുടെ ഓണം എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും അടിച്ചു പൊളിക്കുക. നമ്മൾ ക്ഷീണം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുറത്തിന് നല്ല ലേറ്റായി. എനിക്ക് തോന്നുന്നു ഓണാഘോഷമൊക്കെ അത്യാവശ്യം എൻ്റെ കഴിഞ്ഞു. ലിറ്ററലി ഇന്നിപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ സദ്യ കഴിക്കുക, പായസം കുടിക്കുക, അങ്ങനത്തെ ഒരു ഇതുള്ളൂ. ആഘോഷം എന്ന് പറഞ്ഞിട്ടുള്ളതൊന്നും ഇല്ല. ഞാൻ ഇന്ന് രണ്ടാമത് വട്ടം ബദ്രയം കുടുംബ യൂണിറ്റ് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അത് രണ്ടാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് രണ്ടാമത് കാണണമെന്നുണ്ട്. അപ്പോൾ ഇന്നാണ് ഞാൻ കാണാൻ പോകുന്നത്. കൂട്ടുകാരായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നതാണ്. അപ്പോൾ ഓണത്തിൻ്റെ കുറിച്ച് ഇപ്പോൾ എന്താ പറയുക, ഓണം ആഘോഷിക്കുക. നമ്മൾ പറയില്ലേ, എൻജോയ് ചെയ്യുക എല്ലാം. നമ്മുടെ ലൈഫിലെ ഓരോരോ മൊമെൻറ്റ്സും ഓരോരോ കാര്യങ്ങളും നമ്മൾ എൻജോയ് ചെയ്യുന്ന പോലെ. പിന്നീട് ഞാൻ കുറേ റീൽസിൽ കണ്ടു, നമ്മളെന്താ പറയുക, എയർ പിടിച്ച് നിൽക്കരുത്, ആഘോഷിക്കണം. അത് തന്നെയാണ് വേണ്ടത്. സത്യം പറയാലോ, നമ്മൾ ഈ ആഘോഷങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റും, നമുക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്. ചിലപ്പോൾ നമ്മുടെ ആ സിറ്റുവേഷൻ അങ്ങനെ ആ സമയത്ത് നമ്മൾ പോകും, ഞാൻ മെച്ചൂർഡാണ്, ഞാൻ സീരിയസ് ആണ്, ലൈഫിൽ മൊത്തം ഞാൻ എന്താ പറയുക, ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുന്ന ഒരാളാണ്. പിന്നീട് നിങ്ങൾക്ക് ഓർമ്മകൾ സൃഷ്ടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും ചിലപ്പോൾ ഇത് കളിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയോ ആ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് വരില്ല. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഘോഷിക്കാനുപരി വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലത് ഫേസ് ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ പരമാവധി എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് ചെറുപ്പ ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്താ പറയുക, ഫാമിലി ലൈഫ്, ഫാമിലി പ്രോബ്ലംസ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അതിലേക്കൊന്നും എത്തിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കും. കുറേ പേര് എത്തിയവരുണ്ട്, എനിക്കറിയാം. എന്നാലും അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആഘോഷങ്ങൾ വരുന്ന ദിവസം ഇതൊക്കെ മറന്ന് അത് ഏറ്റവും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുക എൻജോയ് ചെയ്യുക. നല്ല രീതിയിൽ എന്താ പറയുക, ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കുക, കളിക്കുക, ഡാൻസ് കളിക്കുക, ഓരോ എന്താ പറയുക, ഫുൾ ആഘോഷമാക്കുക. അത് ഏത് പരിപാടി തന്നെയായാലും, ഓണായിക്കോട്ടെ, ഏത് പരിപാടി ആയിക്കോട്ടെ, നമ്മളതിൻ്റെ ഒരു നല്ല രീതിയിൽ സന്തോഷിക്കുക. പിന്നീട് അത് നമുക്ക് നല്ലൊരു ഓർമ്മകളായിരിക്കും എപ്പോഴും. എങ്ങനെയായിരുന്നു ഞങ്ങളുടെ പണ്ടത്തെ ആണെന്ന് നമ്മുടെ ഭാവിയിൽ എപ്പോഴേക്കും നമ്മുടെ മക്കളോടൊക്കെ പറയണമെങ്കിൽ നമ്മൾ ഇപ്രാവശ്യം ആ ലെവലിൽ കീപ്പ് ചെയ്യണം. നമുക്ക് തന്നെ തോന്നാറുണ്ട് ചില സമയത്ത്, ഓണം പഴയ ഓണം പോലെ അല്ലല്ലോ, ആകെ വ്യത്യാസമായില്ലോ എന്ന്. മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പോഴത്തെ ഓണത്തിൽ ഏറ്റവും നന്നായി നമ്മളെങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും അതേപോലെ എൻജോയ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് മറ്റേ എപ്പോഴും പാസ്റ്റുള്ള ഓണങ്ങൾ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക, അയ്യോ കഴിഞ്ഞ ഓണത്തിനേക്കാൾ പ്രാവശ്യം വലിയ ഒന്നുമില്ലല്ലോ എന്നുള്ള തോന്നൽ വരും. പക്ഷെ എന്നാലും പരമാവധി അങ്ങനെ നമുക്ക് റിഗ്രറ്റ് ചെയ്യാവുന്ന രീതിയിൽ, കാരണം അമ്മ രീതിയിൽ നമ്മൾ ആഘോഷിക്കുക. ഈ ഓണം ഇന്ന് ആഘോഷിക്കുക, ഇനി അടുത്ത ഓണമാകുമ്പോൾ നമുക്ക് തോന്നണം, ഓ കഴിഞ്ഞ ഓണത്തിൻ്റെ അത്ര ഒന്നും ആഘോഷിച്ചിട്ടില്ല എന്ന് തോന്നുന്ന രീതിയിൽ ഇപ്രാവശ്യം ഓണം ആഘോഷിക്കുക എല്ലാവരും. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.